സുഹൃത്തുക്കളെ, മുസ്ലിം സമൂഹം പലപ്പോഴും ഒരു പരിഹാസ കഥാപാത്രമായിട്ട് മാറുന്നത് ചില ബാലിശമായ കാര്യങ്ങൾക്ക് ചില പിടിവാശികൾ ഇവർ മുന്നോട്ട് വെക്കുന്നുകൊണ്ടാണ് എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലം ഒരു വലിയ വിഭാഗീയത തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചതായിരുന്നു. ആ രീതിയിൽ കേക്ക് ചില ആളുകൾ മുറിക്കാൻ പാടില്ല, മുസ്ലിങ്ങൾ കേക്ക് മുറിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഹിന്ദുക്കൾ കേക്ക് മുറിക്കാൻ പാടില്ല, അത് ക്രിസ്ത്യൻസിന് മാത്രമുള്ള ഒരു ആചാരമാണ്, അല്ലെങ്കിൽ ആ ഒരു ആഘോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില മതവാദികളിൽ നിന്ന് അല്ലെങ്കിൽ ചില മത നേതാക്കളൊക്കെ അത്തരത്തിലുള്ള ചില വാക്കുകളൊക്കെ പറഞ്ഞിരുന്നു. അതും ചില BJP നേതാക്കളൊക്കെ ശക്തമായിട്ട് എടുത്ത് മുന്നോട്ട് വെച്ചിരുന്നതാണ്. ഈ സമയത്താണ് നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അടുത്തേക്ക് ക്രിസ്മസ് കേക്കുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്മസ് കേക്ക് സമ്മാനമായിട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ക്രിസ്ത്യൻ പാതിരിമാരൊക്കെ വന്നത്. അച്ഛന്മാർ ക്രിസ്മസ് കേക്ക് കൊടുക്കുന്നു, അവരത് കേക്ക് മുറിക്കുന്നു, അത് കഴിക്കുന്നു, ഇതൊക്കെ ഉണ്ടായി. ഇതിപ്പോ ഉണ്ടായിരിക്കുന്നത് ഈ നമ്മുടെ മുസ്ലിമിലെ സമസ്ത എന്ന് പറയുന്ന ആ ഒരു ഇസ്ലാമിക ഈ ആചാരം മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകണമെന്നും അതിലത്തെ ഈ മതപഠന കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സമസ്ത ഇതിനെതിരെ നിൽക്കുന്നതാണ്. സാദിഖിൽ തങ്ങൾ ക്രിസ്മസ് കേക്ക് മുറിച്ചത് ഒരു വലിയ പ്രശ്നമായി എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ യുദ്ധമുഖം തുറക്കുകയാണ് ഇപ്പൊ സമസ്തയിലെ ലീഗ് അനുകൂലികളും വിരുദ്ധരും എന്നാണ്. എന്തായാലും സംഗതിയിൽ ഇങ്ങനെയാണ്. സൗഹാർദ്ദത്തിന് കേക്ക് മുറിക്കാം എന്നാണ് സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂല വിഭാഗത്തിന്റെ നേതാവായ അബ്ദുൽ സമദ് പൂക്കോട്ടൂരിന്റെ നിലപാട്. ഇതര മതങ്ങളുടെ ആചാരങ്ങൾ പങ്കെടുക്കുന്നത് നിഷിദ്ധമെന്നായിരുന്നു സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ചൂണ്ടിക്കാട്ടിയത്. ഈ മത നേതാക്കളാണ് പലപ്പോഴും ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ മുസ്ലിങ്ങളെ മുഴുവൻ അട്ടിപ്പേറാവകാശം ഇവരാണ് ഏറ്റു നടക്കുന്നത് എങ്കിൽ ഈ രണ്ടുപേരുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പറ്റിയിട്ടുള്ള പൊതുധാരണകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മുസ്ലിങ്ങളെന്ന് എല്ലാവരും നോക്കുന്ന സമയത്ത് ഈ രണ്ടുപേരും പറയുന്നത് മാത്രമാണ് പെട്ടെന്ന് എല്ലാവരും കേൾക്കുന്നുള്ളൂ. കാരണം ഇവരാണ് ഏറ്റവും വലിയ നേതാക്കൾ. അപ്പൊ ഇവർ പറയുന്നത് പെട്ടെന്ന് എല്ലാവരും കേൾക്കുന്നു, എല്ലാവർക്കും മനസ്സിലാക്കുന്നു. അപ്പൊ എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെയാണ്. മറ്റു മതസ്ഥരുടെ ഈ ഒരു കേക്കൊന്നും മുറിച്ചാൽ എന്താ പ്രശ്നം? അന്നുമല്ല, ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന അരവണ പായസം അതൊന്ന് കഴിച്ചാൽ എന്തപ്പത്ര വലിയ പ്രശ്നമുള്ളത്? ഏത് മതമാണ് അതുകൊണ്ട് നശിക്കാൻ പോകുന്നത്? ഏത് ദൈവമാണ് അതുകൊണ്ടൊക്കെ കോപിക്കാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ലിബറൽ മനുഷ്യര്, നമ്മുടെ മതമൊന്നും നോക്കാതെ ജീവിക്കുന്ന ലിബറൽ മനുഷ്യർ കേരളത്തിലുണ്ട്. അവരൊക്കെ ഇത്തരത്തിലെ ചില കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത്, അതായത് മുസ്ലിങ്ങൾ കേക്ക് മുറിക്കാൻ പാടില്ല, സൗഹൃദത്തിന് വേണമെങ്കിൽ ഒന്ന് മുറിക്കാം, അത് കഴിക്കാൻ പാടില്ല എന്ന ഈ നിലപാടുകളൊക്കെ ഈ സമസ്തയിൽ നിന്ന് വരുമ്പോൾ അത് രണ്ടുപേരാണ്. ഒരാള് ലീഗ് അനുകൂലിയാണ്, ഒരാൾ ലീഗ് വിരുദ്ധനാണ്. ലീഗ് വിരുദ്ധനായിട്ടുള്ള ഫൈസി അമ്പലക്കടവ് പറയുന്നത് അത് കഴിക്കാൻ പാടില്ലെന്നും, ലീഗ് അനുകൂലിയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് സൗഹൃദത്തിന് വേണമെങ്കിൽ മുറിക്കാമെന്നുമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മുറിക്കാൻ പാടില്ല എന്ന് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു എന്നർത്ഥം. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിനിടയിൽ ഈ മതങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മതങ്ങളൊന്നും ചിന്തിക്കാത്ത ആളുകൾക്കിടയിൽ നടക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കണം. സംഗതി ഇങ്ങനെയാണ്. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് മാലാപ്പറമ്പിലെ ബിഷപ്പ് ഹൗസിലെത്തി സാദിഖ് തങ്ങൾ കേക്ക് മുറിച്ചതിന് ആയുധമാക്കി മറ്റൊരു യുദ്ധമുഖം തുറന്ന് സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും. സൗഹാർദ്ദത്തിന് കേക്ക് മുറിക്കാം എന്നാണ് സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂല വിഭാഗത്തിന്റെ നേതാവായ അബ്ദുൽ സമദ് പൂക്കോട്ടൂരിന്റെ നിലപാട്. നേരത്തെ ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് സാദിഖിൽ തങ്ങൾ കേക്ക് മുറിച്ചതിനെ സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധ നേതാവായിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് വിമർശിച്ചിരുന്നു. വിശ്വാസമില്ലെങ്കിലും ഇതര മതാചാരങ്ങളിൽ പങ്കെടുക്കരുതെന്നായിരുന്നു അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതര മതങ്ങളുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെങ്കിലും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞിരുന്നു. ലീഗിന്റെ മുൻ നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ മാതൃക കാണിച്ചിരുന്നു എന്നാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അമ്പലം കത്തി നശിച്ച സമയത്ത് അവിടേക്ക് ആദ്യമായിട്ട് എത്തിയത് ഒരു മുസ്ലിം ലീഗിന്റെ ഈ ഒരു തങ്ങളിലെ ഏറ്റവും വലിയ നേതാവായിരുന്നു. അദ്ദേഹം അവിടെ എത്തുകയും അതിലത്തെ ആ ഒരു വാതിൽ പണിയാനുള്ള ചിലവ് വഹിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാ പോയത്. അങ്ങനെ വേണമെങ്കിൽ ആ അമ്പലം ഞങ്ങളെ വിശ്വാസത്തിന്റെ ഭാഗമല്ല, ഞങ്ങൾ അതിൽ ഒരു വസ്തു ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ആ ഒരു നേതാവിന് ഒഴിഞ്ഞു മാറായിരുന്നു. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു അടുത്ത കാലത്തായിട്ടാണ് ഇത്തരം തീവ്രമത വിശ്വാസ ചിന്തകളുമായിട്ട് ചില ആളുകളൊക്കെ ഇറങ്ങുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തെ മറ്റു മതങ്ങളിൽ നിന്ന് കൂടുതൽ അകറ്റുന്നതിനാണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ അടുപ്പിക്കുന്നതിനല്ല എന്ന് ഇവരെന്നാണോ മനസ്സിലാക്കുക എന്ന് എനിക്ക് വലിയ സംശയമുണ്ട്.
എന്തായാലും സമസ്തയിൽ തർക്ക പരിഹാരത്തിന് ഉപസമിതി രൂപീകരിച്ചതിന് പശ്ചാത്തലത്തിലാണ് സമസ്തയിലെ ലീഗ് അനുകൂലവും വിരുദ്ധരും പുതിയൊരു വിഷയവുമായിട്ട് അതിന്റെ ഭിന്ന അഭിപ്രായങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തവണയും വിവാദത്തിന്റെ ഒരറ്റത്ത് സാദിഖ് അലി തങ്ങളാണ്. വേറെ നേരത്തെ ഉമർ ഫൈസി മുക്കം മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്ക സാദിഖ് അലി തങ്ങളെ അധിക്ഷേപിച്ച് പ്രസംഗിച്ചെന്ന വിഷയം സമസ്ത ലീഗ് അനുകൂല വിഭാഗത്തിന്റെ എതിർപ്പിന് കാരണമായിരുന്നു. എന്തായാലും പൊന്നാരിയിലെ ആ ഒരു ഇലക്ഷൻ ഭാഗത്തെല്ലാം ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയായാലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ തള്ളി നിൽക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ഒരു ഉചിതമായ ഒരു തീരുമാനം അല്ലെങ്കിൽ നല്ല വർത്തമാനം പറഞ്ഞ ഒരു നേതാവ് മുസ്ലിം ലീഗിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയാണെന്ന് പറയേണ്ടി വരും കേട്ടോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പൊതുസമൂഹത്തെ കൂട്ടുപിടിച്ച് മാത്രമേ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകൂ. ശക്തമായ അഭിപ്രായം എന്നല്ലാതെ രണ്ട് കൈയടിക്കാനൊക്കെ തോന്നുന്ന അഭിപ്രായം എന്നല്ലാതെ വേറൊന്നുമില്ല. കൃത്യമായിട്ടുള്ള അഭിപ്രായമാണ്. പൊതുസമൂഹത്തെ, ഈ പൊതുസമൂഹം എന്ന് പറയുന്നത് അതിൽ മുസ്ലിങ്ങൾ പെടും, ഹിന്ദുക്കൾ പെടും, ക്രിസ്ത്യൻസ് പെടും, എല്ലാ ജാതി മത വിഭാഗ ആൾക്കാരും പെടും. അപ്പോ എല്ലാ ജാതി മത വിഭാഗ ആൾക്കാരെയും കൂട്ടുപിടിച്ച് മാത്രമേ മുസ്ലിം ലീഗിന് മുന്നോട്ട് പോകാനാവൂ. കേക്ക് വിഭാഗത്തില് ഹമീദ് ഫൈസിയെ തള്ളി കുഞ്ഞാലിക്കുട്ടി എന്നാണ്. അതായത് ഹമീദ് ഫൈസിയുടെ ആ ഒരു തീവ്രവാദപരമായിട്ടുള്ള അഭിപ്രായം, അതായത് ഒരിക്കലും കേക്ക് മുറിക്കാൻ പാടില്ലായിരുന്നു, മുസ്ലിങ്ങൾ അങ്ങനെ കേക്ക് മുറിക്കാൻ പാടില്ല, അത് നമ്മുടെ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന അഭിപ്രായത്തെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി 5 പൈസയ്ക്ക് വില കൽപ്പിക്കുന്നില്ല. പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന പ്രസ്താവനകളെ കേരളം അവജ്ഞയോടെ നേരിടും. ഗംഭീരമായിട്ടുള്ള ഒരു വാക്കാണ് കേട്ടോ. പച്ചവെള്ളത്തിന് പോലും തീ പിടിപ്പിക്കുന്ന, കാരണം മതം എന്ന് പറയുന്നത് പച്ചവെള്ളത്തിന് പോലും തീ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ആയുധമാണ്. അങ്ങനെ തീ പിടിപ്പിച്ച് മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തെ മുഴുവൻ മറ്റു വിഭാഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന, ഹിന്ദുക്കളിൽ നിന്നും ക്രിസ്ത്യൻസ് നിന്നും മാറ്റി നിർത്തിയിട്ട് അവരെന്തോ ഒരു വേറെ ജീവി വിഭാഗമാണ് മനുഷ്യരില്, അവര് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് പൊട്ടി വീണിട്ട് മലപ്പുറത്ത് ഒരു പ്രത്യേക ഒരു പെരണ്ടാക്കിക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന അത്തരം ഒരു സംഗതിയായിട്ട് മാറ്റി തീർക്കാൻ ഒരിക്കലും കുഞ്ഞാലിക്കുട്ടി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കിക്കോളൂ, കേക്ക് മുറി വിവാദത്തിൽ സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. ഇദ്ദേഹം പലപ്പോഴും ഇങ്ങനെ വളരെ ഉത്തരവാദിത്തപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ള മനുഷ്യനാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്. മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യമാണ് ഹൈദരലി തങ്ങൾ ഉയർത്തിപ്പിടിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ച കുഞ്ഞാലിക്കുട്ടി പൊതുസമൂഹത്തെ കൂട്ടിപ്പിടിച്ച് മാത്രമേ ഈ പാർട്ടി മുന്നോട്ട് പോകൂ എന്നും വ്യക്തമാക്കി. അല്ലാത്തതൊക്കെ വിഭാഗീയതയോ വർഗീയതയാണ്. നല്ല ഗംഭീര വർത്തമാനം. ബാക്കിയുള്ളതെല്ലാം വിഭാഗീയതയാണ്, വർഗീയതയാണ്. ആര് പറഞ്ഞാലും ലീഗ് അത് അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഹമീദ് ഫൈസിയുടെ പ്രസ്താവനയെ പൊതുസമൂഹം വില കുറഞ്ഞ രീതിയിലാണ് കാണുക. ഒരു സംശയവുമില്ല, വളരെ വില കുറഞ്ഞ രീതിയിലാണ് കാണുക. മുസ്ലിങ്ങൾ മുഴുവൻ ഒരു പ്രത്യേക രീതിയിൽ മറ്റുള്ള ആൾക്കാർ നോക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കരുത് എന്നാണ് എൻ്റെ ഒക്കെ ഒരു അഭിപ്രായം കേട്ടോ. ഇത്തരം കാര്യങ്ങൾ നിർത്തുകയാണ് നല്ലത്. ഇത്തരക്കാരെ നിയന്ത്രിക്കേണ്ടത് സമസ്ത നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ്. നിരന്തരം ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിന്റെ ഉദ്ദേശം വേറെയാണ്. പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന പ്രസ്താവനകളെ കേരളം അവജ്ഞയോടെ നേരിടുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. എന്തായാലും ഇപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടി എടുത്ത ഈ നിലപാടിനെ സല്യൂട്ട് ചെയ്യാതെ വേറെ തരമില്ല. കാരണം അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ വീണ്ടും 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 അല്ലെങ്കിൽ തന്നെ ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ BJP നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. മുസ്ലിങ്ങൾ ഒരു തീവ്രവാദികളാണെന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ BJP നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പാടിനൊപ്പം ഒരു തീ കൂടി വെച്ചു കൊടുക്കുന്ന നിലപാടുകൾ ഇത്തരം സമസ്തയിലെ മുതിർന്ന നേതാക്കൾ ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെയൊക്കെ ഉള്ളൊരു വിനീതമായിട്ടുള്ള അഭിപ്രായം. എൻ്റെ നിരക്ക് കൊമ്പുകൂടാൻ വരും, ഞാൻ സമാധാനപരമായിട്ട് ജീവിക്കാനും മറ്റുമൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ്. കാരണം BJPക്ക് ഒപ്പം നിന്നിട്ട് ആ ഒരു പെരക്ക് തീ വെക്കരുത്, ആ ഒരു വർഗീയതയ്ക്ക് നിങ്ങൾ ചൂട്ടുപിടിക്കരുത് എന്ന് മാത്രമാണ് പറയുന്നത്. ഞാൻ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ആ വാക്കിനൊപ്പം തന്നെ ഇപ്പോഴും എനിക്ക് നിൽക്കാൻ തോന്നുകയും ചെയ്യുന്നു. അത്രയ്ക്ക് ഗംഭീരമായ വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളെ, ആ ഫൈസിയുടെ വാക്കുകൾ പറഞ്ഞത് പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വാക്കുകൾ എന്നാണ്. അതിനെ നമ്മൾ കേരളം അവജ്ഞയോടെ പരിപൂർണ പുച്ഛത്തോടെ നമ്മൾ മാറ്റിക്കളയുക തന്നെ വേണം. ബൈ.